എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ തയ്യാറാകുമ്പോൾ ശാരീരികമായി ഓക്കെ ആണെങ്കിലും മാനസികമായി ഓക്കെ അല്ലാത്ത ഒരവസ്ഥ, ആകെ ഒരു മടുപ്പ്. അന്നത്തെ ദിവസവും ഹുദാഹവ. ചിലപ്പോൾ അത് ഷിഫ്റ്റ് സൽക്കിംഗ് ആയിരിക്കും. സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ വാക്ക്. ചെയ്യുന്ന ജോലി അത്രക്കും ഇഷ്ടമാണോ എന്ന് കേൾക്കുമ്പോൾ വെറുതെ പട്ടിണി കിടന്ന് ചാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പോകുന്നതാ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത ഉണ്ടെങ്കിലും അത് എത്രത്തോളം ഇഷ്ടത്തോടെ ചെയ്യുന്നവരാണ് നമ്മളെന്ന് ഒരു ആത്മപരിശോധന നടത്തി നോക്കിയാലോ? ജോലി സ്ഥലത്തെ മാനസിക സമ്മർദ്ദവും ക്രമം തെറ്റിയുള്ള ഷിഫ്റ്റും അമിത ജോലിഭാരവും കാരണം ജോലി തുടങ്ങുന്നതിന് മുൻപ് തന്നെ മാനസികമായി തളർന്നു പോകുന്ന അവസ്ഥ. കൃത്യസമയത്ത് ജോലിക്കെത്തിയാലും യാന്ത്രികമായി ജോലി ചെയ്യാൻ പലരും നിർബന്ധിതരാകുന്നു. നിങ്ങൾക്കും ഇത് അനുഭവപ്പെടാറുണ്ടോ? എന്നാൽ നിങ്ങളും കടന്നു പോകുന്നത് ഷിഫ്റ്റ് സൽക്കിംഗ് എന്ന അവസ്ഥയിലൂടെയാണ്. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമ്മളുടെ സുഹൃത്തുക്കളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മെ ബാധിക്കാറില്ലേ? അതിനു സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാവും പിന്നെ നമ്മളുടെ സഞ്ചാരം. പോസിറ്റീവ് വൈബുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളും ആ ഒരു വൈബിൽ വരാറില്ലേ? അതുപോലെ തന്നെയാണ് നെഗറ്റീവ് വൈബും. ദിവസത്തിൽ നല്ലൊരു പങ്കും നമ്മളിൽ പലരും ചെലവഴിക്കുന്നത് ഓഫീസിലാണ്. അതുകൊണ്ട് തന്നെ ജോലിസ്ഥലത്തെ ആരോഗ്യകരമായ അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ജെൻസി കാലത്താണ് ഇത് കൂടുതൽ ചർച്ചയായതെങ്കിലും പ്രായഭേദമന്യേ എല്ലാവരും നേരിടുന്ന ബുദ്ധിമുട്ടാണിത്. ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതില്ലെന്ന് ഷിഫ്റ്റ് സൽക്കിങ്ങിലൂടെ കടന്നു പോകുന്നവർ ആദ്യം മനസ്സിലാക്കണം. അമിത ജോലിഭാരമോ സമ്മർദ്ദമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മേലുദ്യോഗസ്ഥനോട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ പരിഹാരം കാണാം. സഹപ്രവർത്തകരുമായി സൗഹൃദപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിലൂടെ ഓഫീസ് അന്തരീക്ഷവും മികച്ചതാക്കാം. ഷിഫ്റ്റ് സൽക്കിംഗ് ഒരു രോഗമല്ല, തൊഴിലിടങ്ങളിലെ അസംതൃപ്തിയെ തുടർന്നുണ്ടാകുന്ന സൂചനകളാണ് എന്നും പ്രത്യേകം മനസ്സിലാക്കുക.